ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ലാസ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് ലാറ്റിസ് സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഡെഫിനേഷൻസ് നോക്കാനായിട്ടുണ്ട്. ആ ഡെഫിനേഷൻസുമായിട്ട് കണക്ട് ചെയ്താണ് ലാറ്റിസ് വരുന്നത്. നമുക്ക് അത് ആദ്യം നോക്കാം. സോ ദീസ് ആർ ദ ഡെഫിനേഷൻസ്. അപ്പർ ബൗണ്ട്, ലോവർ ബൗണ്ട്, ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു പോസറ്റ് എസ് ഉണ്ട്. റിലേഷൻ ആയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ റിലേഷൻ ആണെന്ന് വെക്കുക. അത് ഈ എസ് എന്ന സെറ്റിന് ഒരു സബ്സെറ്റ് ഉണ്ട്. ആ സെറ്റ് ആണ് എ. ഓക്കെ, അപ്പൊ എസിന്റെ സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. സംടൈംസ് if it is possible to find an element that is greater than or equal to all element in a subset A of the poset S. നമ്മളതിനെ വിളിക്കും അപ്പർ ബൗണ്ട് എന്ന് വിളിക്കും. ആ സബ്സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വലുതായിട്ട് ഒരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റി നമ്മളത് അപ്പർ ബൗണ്ട് എന്ന് വിളിക്കും. സോ കുറച്ചുകൂടി സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇഫ് യു ഈസ് ആൻ എലമെന്റ് ഓഫ് എസ്, നമ്മുടെ പോസറ്റ് എസിനകത്ത് എലമെന്റ് ആണ് യു, ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ എലമെന്റ്സ് എ ഓഫ് സബ്സെറ്റ് എ. നമ്മുടെ എസിന്റെ സബ്സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനേക്കാളും വലുതാണ് നമ്മുടെ യു എന്നുള്ള വാല്യൂ എങ്കിൽ യുവിനെ നമ്മൾ അപ്പർ ബൗണ്ട് ഓഫ് എ എന്ന് വിളിക്കും. ഇതേപോലെ സിമിലർ ആയിട്ട് നമുക്ക് ലോവർ ബൗണ്ടും പറയാം. ഇഫ് എൽ ഈസ് ആൻ എലമെന്റ് ഓഫ് എസ്, നമ്മുടെ സെറ്റ് എസിനകത്ത് എലമെന്റ് ആണ് എൽ. എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഓൾ എലമെന്റ് എ, നമ്മുടെ സബ്സെറ്റ് എയിലെ എല്ലാ എലമെന്റിനേക്കാളും ചെറുതാണ് എൽ എങ്കിൽ നമ്മൾ എൽ എന്ന് പറയുന്ന വാല്യൂടെ ലോവർ ബൗണ്ട് ഓഫ് എ എന്ന് വിളിക്കും. ഇനി ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താ? ആ സബ്സെറ്റ് എ എടുക്കുവാണ്. ഇഫ് എക്സ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ എവരി അതർ അപ്പർ ബൗണ്ട് ഓഫ് എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് ഒരു അപ്പർ ബൗണ്ടിൽ ഒന്നിൽ കൂടുതൽ അപ്പർ ബൗണ്ടിൽ കണ്ടുപിടിക്കും. അതിനകത്ത് തന്നെ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആണ് നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് എന്ന് പറയാം എക്ക് മോർ ദാൻ വൺ ലോവർ ബൗണ്ടിൽ കണ്ടുപിടിക്കാം. ആ ലോവർ ബൗണ്ടിന് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ എഴുതുന്നത് പറയാൻ പോകുന്നത് നമ്മുടെ ലോവർ ബൗണ്ട് ഓഫ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയാൻ പോകുന്നത്. ഇനി ലാറ്റിസ് എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇത് പലപ്പോഴും ചോദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. അതുമായിട്ട് കണക്ട് ചെയ്താണ് എന്ത് വരുന്നത്? ലാറ്റിസ് വരുന്നത്. എ പാർഷ്യലി ഓർഡേർഡ് സെറ്റ്, അതായത് നമ്മുടെ പോസറ്റ് in this empty pair elements are both at least both the least upper bound and greatest lower bound, and it is called a lattice. ഒരു പോസറ്റിനകത്ത് ഏത് ഓർഡർ പെയർ എടുത്താലും അതിന്റെ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ അങ്ങോട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫിഗർ വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നോക്കാം. Is the set Z plus under the divisation is lattice? ഡിവൈസലേഷൻ ഓഫ് ലാറ്റിസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയും ബിയും ഏതെങ്കിലും രണ്ട് ഇൻറ്റീജർ ആയിട്ട് നമ്മൾ ഏതെങ്കിലും രണ്ട് ഇൻറ്റീജർ ആണ്. ഏത് രണ്ട് ഇൻറ്റീജർ എടുത്താലും നമുക്ക് അതിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഇൻ കേസ് ഓഫ് ഡിവൈസലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് ഡിവൈസലേഷനകത്ത് നമുക്ക് എന്താ പറയുന്നത്? എ ഡിവൈസ് ബി എന്നുള്ള കാര്യം നോക്കിയാൽ മതി. കമ്പയറബിൾ ഒക്കെ ആണ് നമ്മൾ കാര്യം പോസിറ്റീവ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ LCM കണ്ടുപിടിച്ചാൽ എന്താകും? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആകും. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ് കണ്ടുപിടിച്ചാൽ മതി, അടുത്തതാകും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്തായാലും എല്ലാ നമ്പേഴ്സിനും കണ്ടുപിടിക്കാൻ പറ്റും. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറും. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിക്കാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ഇതെല്ലാ നമ്പേഴ്സിനും പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ സർപ്ലസ് അണ്ടർ ഡിവൈസലേഷൻ എന്താണ്? ലാറ്റിസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി താഴെ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഈ ഒരു കേസ് ഡയഗ്രം നോക്കാം. ഇത് ഫസ്റ്റ് നോക്കുന്നതിന് കാര്യം എവിടെ നോക്കിയേ? 2, 4, 5, 10, 12, 20 and 25 ഡിവൈസേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ കേസ് ഡയഗ്രം മോളിൽ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനും ഒരു മിനിമൽ എലമെന്റ്സിന്റെ കാര്യവും മാക്സിമം എലമെന്റ്സിന്റെ കാര്യവും പറഞ്ഞില്ലേ? ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ കേസ് ഡയഗ്രത്തിന്റെ ഏറ്റവും ബോട്ടം സൈഡിൽ വരുന്ന ഈ രണ്ട് വാല്യൂസ് 2 and 5 ഇതാണ് നമ്മൾ എന്താ പറയുന്നത്? മിനിമൽ എലമെന്റ്സ് പറയുന്നത്. 2ഉം 5ഉം മിനിമൽ. ഇനി ഇതോട്ട് കണക്ട് ചെയ്ത് ഹൈസ്റ്റ് വരുന്ന വാല്യൂസ് ഉണ്ടോ? ഇവിടെ ഒരു എക്സ്ട്രാ ബ്രാഞ്ച് കൊണ്ടിട്ടുണ്ട്.
ഇതാണ് മാക്സിമൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കാം, മിനിമലും കിട്ടി മാക്സിമലും കിട്ടി. ഓക്കെ, ഞാൻ നമുക്ക് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഒക്കെ പറയാൻ പറ്റില്ല, കാരണം ഇന്റീജേഴ്സിനെ എടുക്കുകയാണെങ്കിൽ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഒക്കെ പറയാം, വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു യൂണീക്ക് വാല്യൂ കിട്ടുമോ? യൂണീക്ക് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഒക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരു യൂണീക്ക് ആണ് എന്ന രീതിയിൽ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കിവിടെ വാല്യൂസ് കിട്ടുന്നുണ്ട്. മിനിമലും മാക്സിമലും വാല്യൂസ് ഒക്കെ വരുന്നത്, പക്ഷേ യൂണീക്ക് ആയിട്ടല്ല വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കി. നെക്സ്റ്റ് നമ്മുടെ ഗ്രാഫ് നോക്കി. ഈ ഗ്രാഫിനകത്ത് മിനിമം യൂണീക്ക് ആണ്, ഇതിലും ചെറിയൊരു വാല്യൂ കണ്ടുപിടിക്കാനില്ല. എനിക്ക് ABC നമ്മുടെ മാക്സിമം എലമെന്റ് ആണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ലാറ്റിസുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെയ്സ് ഡയഗ്രം യൂസ് ചെയ്യാം. അതും നിങ്ങൾ ഒന്ന് നോക്കണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിനകത്ത് കുറച്ച് സെക്ഷൻസിനകത്ത് ലാറ്റിസുകൾ ചെക്ക് ചെയ്യുന്ന ഒരു കേസും തന്നിട്ടുണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം ഞാൻ നേരത്തെ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ? ജസ്റ്റ് അതും കൂടെ നിങ്ങളോട് വെരിഫൈ ചെയ്യുക. നമ്മൾ ലാറ്റിസ് കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഹെയ്സ് ഡയഗ്രം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചെയ്യുന്ന സമയത്തിന് എല്ലാ പേഴ്സിന്റെയും ലേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും നമ്മൾ എടുത്താൽ മതി. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും നമുക്ക് ആകുന്നുണ്ടോ? നൽകി ആകുമോ? ലാറ്റിസ് ആകുമോ നോക്കി. അത് നമുക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ചെയ്ത് കണ്ടുപിടിക്കുക ലാറ്റിസ് ആകുമോ എന്നുള്ളത്. സോ ലാസ്റ്റ് ടോപ്പിക്. താങ്ക് യു.